ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മളിന്ന് വെള്ളിയാഴ്ച, നാളെ ഓഫാണ്. അപ്പോൾ നമ്മളിന്ന് വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് നമ്മുടെ പയ്യന്മാരായിട്ട് നമ്മുടെ റൂം മാച്ചായിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വക്രയിൽ മന്തിയിലോട്ട് വന്നിരിക്കുകയാണ്, റയാൻ മന്തിയിലോട്ട് വന്നപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് വെൽക്കം സൂപ്പൊക്കെ തന്ന് അവർ സ്വീകരിച്ചു. നമ്മളതായത് ഷാഫിനുണ്ട്, ഹരിച്ചേട്ടനുണ്ട്, അജിമോനുണ്ട്. അപ്പൊ ഒരു ഹലോ പറയടാ, എല്ലാരും ഹലോ പറഞ്ഞു, ഹായ് പറഞ്ഞു. ഹരിച്ചേട്ടാ എല്ലാം അങ്ങോട്ട് ഞെക്കി പൊട്ടിക്കുക. അതെ അതെ അതെ. എന്താണ് ഹരിച്ചേട്ടാ പറയാനുള്ളത്? മന്തിയെ കുറിച്ച് പറയും. ഇവിടുത്തെ മന്തിയെ കുറിച്ചുള്ള അഭിപ്രായം പറയും. എന്താണ് അജിമോൻ? അതെ അതെ, അതാണ് നമ്മളെ അതിരപ്പെടുന്നത്. കൂത്താട്ടുകുളത്തിന്റെ അജിമോന്റെ അഭിപ്രായം. പിന്നെ ഇത് നമ്മുടെ കൊച്ചിയുടെ മെയിൻ ആളാണ്. നമ്മളെ പ്ലേറ്റൊക്കെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പ്ലേറ്റൊക്കെ എത്തി. ചേട്ടാ എപ്പോ കൊണ്ടുവരും? നമ്മൾ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമ്മൾ മന്തിക്ക് വന്നതിന് ശേഷം ഞാൻ അടുത്ത ക്ലിപ്പായിട്ട് വരുന്നതായിരിക്കും. മന്തി എത്തിയിരിക്കുന്നത് ഗൈസ്. മന്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഒരു ഹായ് देता भाई, व्लॉग है ആയി വാ ഗൈസ്. മന്തി എത്തിയിരിക്കുന്നു ഗൈസ്. നല്ല കോഴിയുടെ പകുതി കിടക്കുന്ന കണ്ടോ? ഇതാണ് റയാന്റെ സ്വന്തം മന്തി. നാട്ടിൽ കിട്ടുന്ന മന്തി ഇവിടെ നിന്നാണ് മന്തി ഉത്ഭവിച്ചതെന്നാണ്, അറബ് രാജ്യങ്ങളിൽ നിന്നും മന്തി ഉത്ഭവിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഫുൾ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ ഗൈസ്, കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. വയറ് വീർത്തു, എണീക്കാൻ വയ്യ, പെട്ടിരിക്കുക. നല്ല ഫുഡായിരുന്നു, പക്ഷേ മന്തിയായിരുന്നു. എപ്പോഴും ഇവിടെ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്, അതിന് മാറ്റമില്ല. മന്തിയൊക്കെ കഴിച്ചു. അവസാനം ചായയും സ്വീറ്റൊക്കെ വന്നു. എല്ലാവരും പ്ലേറ്റും ഉണ്ട് കാലി. ഇനി ഷഫിൻ മാത്രമേ കഴിക്കാൻ ഉള്ളൂ. അത് ഇച്ചിരി ലേറ്റാണ്, അവൻ താമസിച്ചേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ്. പിന്നെ ഹരിച്ചേട്ടൻ അജിമനെ കഴിച്ച് തീർത്തു. ഹരിച്ചേട്ടൻ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് അജിമനെ ഫുഡ്? പുള്ളം പുളിസാരം എന്നൊക്കെയാണ് പറയുന്നത് ഗായ്സ്. ഇവൻ കഴിച്ചോണ്ടിരിക്കുക. എന്നാലും എങ്ങനെ ഉണ്ടോ ഫുഡ്? മന്തി പോലെ ഉണ്ടോ? പിന്നെ മന്തി പോലെ അല്ലാതെ ഇവന് വന്ന ടൈമിൽ വെള്ളം ചൂടാക്കാനും പോലും അറിയാത്തവനായിരുന്നു ഗൈസ്. ഇവന് ഗ്യാസ് കത്തിച്ച് ഒരു സൈഡ് സ്റ്റൗ കത്തിക്കും, അപ്പുറത്തെ സൈഡ് പാത്രം വെച്ച് ചൂടാക്കിക്കൊണ്ടിരുന്നവനാണ് ഇവൻ. അങ്ങനെയുള്ളവനാണ് ഇപ്പൊ വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഡയലോഗ് അടിക്കുന്നത്. ഇന്നലെ ഞാൻ കുക്ക് ചെയ്തോണ്ട ടൈമിൽ എന്നോട് പറയുകയാണ്, കുറച്ച് മല്ലിപ്പൊടി കൂടുതലിട്ട നാടൻ ടേസ്റ്റ് വരും എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞു എൻ്റെ വളർച്ച. അല്ല ഷാഫിന് മിണ്ടത്തില്ല. ഷാഫിൻ പറഞ്ഞ ശരിയായിട്ട് മിണ്ടത്തില്ല. അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പോൾ ബില്ലൊക്കെ വന്നിട്ട് കാണിച്ചു തരാം. ബില്ല് എത്ര റേറ്റാണ് കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. എന്താണ് നിങ്ങൾ ചിരിക്കുന്നത്? എന്ത് പറ്റി? ഉണ്ടോ കൊച്ചിയുടെ തരംഗം എന്നാണ് പറയണത്. പക്ഷെ വാ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അക്കൗണ്ടന്റ് ജോലിയാണ് ചെയ്യുന്നത്. വാ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് മാത്രം പറയത്തില്ല. അല്ല ഷാഫിനെ, നീ തുറക്കടാ, നീ വാ. ഇത് കട്ടിങ് ഇല്ലാത്ത വീഡിയോ ഉണ്ടോ? എല്ലാം വരും. നീയാണ് ഫാൻസ്, നിനക്കാണ്ട് ഫാൻസ് കൂടുതൽ. എന്റെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ട്. അതിൽ ഫാൻസ് നിനക്കാണ് കൂടുതൽ. ഷഫിനേട്ടാന്നാ പറയുന്നത്, ഷഫിനേട്ടായി. നമ്മള് കഴിച്ചിട്ടിറങ്ങി. അത്യാവശ്യം നല്ല റേറ്റിനും നല്ല മന്തിയും കാര്യങ്ങളും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 50 റിയലായി. നമ്മൾ രണ്ട് ഹാഫാണ് മേടിച്ചത്, എന്ന് വെച്ചാൽ ഒരു ഫുള്ളാണ് മേടിച്ചത്. അപ്പോൾ 48 റിയാൽ അതിനായി.
2 റിയാൽ നമ്മൾ വെള്ളം മേടിച്ചു. അപ്പോൾ അതിന് 2 റിയാലായിട്ടുണ്ട്. നമ്മൾ വക്രയിലുള്ള റയാൻ മന്തിയിലാണ് വന്നത്. നമ്മൾ പിന്നെ നമ്മുടെ ഈ ഗ്രാൻഡ് മാളിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ഇതാണ് കട, റയാൻ മന്തി. ഇന്നിവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഷാഫിൻ അജിമോൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു വെക്കേഷൻ ദിവസം വന്നപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇച്ചിരി ശോകവും. നമുക്ക് ജോലിക്ക് പോകുന്നു, നമ്മൾ വരുന്നു, ആ ഒരു ഇത് മാത്രമുള്ളത്. സ്ഥിരം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് വീഡിയോസ് അങ്ങനെ ഇടാത്തത്. അപ്പം എല്ലാവരും ക്ഷമിക്കുക. ഞാൻ നല്ല നല്ല കണ്ടൻറ്റ് വരുമ്പോൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത്. മേ ബി നാളെ സഫാരിലോട്ടൊക്കെ പോകുമായിരിക്കും. അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അതുവരേക്കും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും സന്തോഷമായിട്ട് നാട്ടിലിരിക്കുക. ബൈ ബൈ. അല്ല ഗായ്സ്, യാത്രയൊക്കെ പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് നമുക്കൊരു കോളത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നൊരു തീരുമാനത്തിൽ ഒരു ക്യാരം ബോർഡ് മേടിച്ചാൽ എങ്ങനെ ഉണ്ടെന്നുള്ള തീരുമാനത്തിൽ നമ്മളൊരു ക്യാരം ബോർഡ് അന്വേഷിച്ച് പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ സാമ്രാജ്യത്തിൽ എത്തുന്നതായിരിക്കും. ക്യാരം ബോർഡ് എന്നുള്ള സാമ്രാജ്യത്തിൻ്റെ അടുത്ത്. പിന്നെ അതേ സ്ഥലമാണ്. എന്തിട്ട് മാങ്ങ എന്നൊക്കെ പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ട് തൃശ്ശൂർക്കാരൻ. നമ്മൾ ക്യാരം ബോർഡ് എടുക്കാൻ പോകണം ഗൈസ്. ക്യാരം ബോർഡ് ഇനിത്തൊട്ട് റൂമിൽ മേളമായിരിക്കും. പ്രോ ആയിട്ടുള്ള ഷാഫിൻ്റെ ഓരോരോ പ്രകടനങ്ങൾ നമുക്ക് കാണാമായിരിക്കും. ഷാഫിനെ ഏത് വിരൽ വെച്ചാണ് നീ ക്യാരംസ് കളിക്കുന്നത്? നീ എങ്ങനെ സ്ട്രൈക്കർ മൂവ് ചെയ്യുന്നത്? മിഡിൽ ഇവൻ ദ്വയാത്ര മുദ്രക്കാരനാണ്. അതുകൊണ്ട് ഇവൻ ഡബിൾ മീനിങ് കാരനാണ്. ശ്രദ്ധിക്കണം അവനെ. അപ്പോൾ ഞാൻ അവിടെ എത്തിയതിനു ശേഷം ബോർഡ് കാണിച്ചു തരാം ഗൈസ്. പാളിപ്പോയി ഗൈസ്. ക്യാരം ബോർഡ് മേടിക്കാൻ വേണ്ടി ഈ അറ്റം വരെ വന്നിട്ട് ക്യാരം ബോർഡ് പോയി നോക്കിയപ്പോൾ കിഡ്സിന് കളിക്കാൻ പറ്റിയ ക്യാരം ബോർഡാണ്. ക്യാരം കോയിന് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ബോർഡ് നിറഞ്ഞു. പാളിപ്പോയി ഗൈസ്, ശോകമായി പോയി. അപ്പോൾ ഇനി ഒരു പൈ പറച്ചിലില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു വട്ടം കൂടി ബൈ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ബൈ ബൈ, സി യു.